പാല നഗരസഭയിലെ സുപ്രധാനമായ ഫയലും ചെയർപേഴ്സന്റെ വാച്ചും മോഷണം പോയെന്ന് പരാതി. അനുവാദമില്ലാതെ തന്റെ ചേംബറിൽ കയറി മോഷ്ടിച്ചുവെന്നാണ് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പരാതി കൊട്ടാരമറ്റം വാർഡ് കൗൺസിലർ ബിജു മാത്യൂസിനെതിരെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:15 ബിജു മാത്യൂസും പോലീസുകാർ എന്ന് അവകാശപ്പെട്ട 3 പേരും ചെയർപേഴ്സന്റെ മുറിയിൽ അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറിയെന്ന് പരാതിയിൽ പറയുന്നു. നഗരസഭാ സെക്രട്ടറിയോ ചെയർപേഴ്സണെയോ വിവരമറിയിക്കാതെ പ്യൂണിനെ കൊണ്ട് ബലമായി ചെയർപേഴ്സന്റെ പൂട്ടിയിട്ടിരുന്ന ചേംബർ തുറപ്പിച്ച് അകത്ത് കയറുകയായിരുന്നുവെന്നും വിവരമറിഞ്ഞ് 5:45 താൻ നഗരസഭാ ഓഫീസിലെത്തുമ്പോൾ കൗൺസിലർ ബിജു മാത്യൂസ് നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് സമീപം നിൽപ്പുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കൈവശം തന്റെ ഓഫീസ് മേശയിൽ ഉണ്ടായിരുന്ന പോലുള്ള ഫയൽ ഇരിക്കുന്നത് കണ്ടതായും പരാതിയിൽ പറയുന്നു. സംശയം തോന്നിയ ചെയർപേഴ്സൺ മേശ തുറന്ന് പരിശോധിച്ചപ്പോൾ ഫയലും താൻ ഉച്ചഭക്ഷണത്തിന് മുൻപ് വാഷ്റൂമിൽ പോയപ്പോൾ ഫയലിനുള്ളിൽ ഊരിവെച്ച വാച്ചും കാണാനില്ലെന്ന് മനസ്സിലായതായും പരാതിയിൽ പറയുന്നു. 5:15 എന്ന് പറയുമ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞൊരു സമയത്ത് എല്ലാ ഓഫീസേഴ്സ് എല്ലാം പിരിഞ്ഞൊരു സമയത്ത് കൗൺസിലർ ബിജു മാത്യൂസും കുറച്ച് പോലീസുകാരുമായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പോൾ എൻ്റെ OA പറഞ്ഞു ഇത് തുറക്കാൻ പറ്റത്തില്ല, സെക്രട്ടറിയുടെ അനുമതി വേണം, അല്ലെങ്കിൽ ഒരു പേപ്പർ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി കയ്യിൽ നിന്ന് ഇത് വാങ്ങി തുറന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വെളിയിൽ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇവർ കുറേ നേരം ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതി എന്തോ ഫയൽ നോക്കി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാനൊരു അരമണിക്കൂറിന് ശേഷം ഇവിടെ എത്തുമ്പോഴത്തേക്ക് പോലീസുകാർ ഇവിടുന്ന് പോയായിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഫയൽസും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകാറ്. കാരണം എൻ്റെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഫയൽസ് വീട്ടിൽ കൊണ്ടുപോകാറില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫയൽ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അതിനകത്ത് എൻ്റെ ഒരു വാച്ച് അറിയാണ്ട് വിട്ടുപോയതാണ്. ഞാൻ ഇവിടെ ഊരി വെച്ചിട്ട് പോയൊരു സാഹചര്യത്തിൽ വന്നു പോയതാണ്. അപ്പോൾ തന്നെ ഞാൻ ഒരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എഴുതി അപ്പോൾ തന്നെ ഏൽപ്പിച്ചു. പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നും താൻ നൽകിയ പരാതിയിൽ പോലീസ് വിളിപ്പിച്ചതനുസരിച്ചാണ് നഗരസഭയിൽ എത്തിയതെന്നും അവരോട് അന്വേഷണത്തിൽ സഹകരിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും കൗൺസിലർ ബിജു മാത്യൂസും പറയുന്നു. ഈ ചെയർപേഴ്സൻ്റെ ചേംബറിലോ അല്ലെങ്കിൽ റൂമിൽ നിന്നോ നഷ്ടപ്പെട്ടു എന്ന് ചെയർപേഴ്സൺ പറയുന്നു. അത് അന്വേഷണം നടക്കട്ടെ. ഏതായാലും ഒരു കാര്യമുണ്ട്, അതിലേക്ക് എന്നെ വഹിച്ചടയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. പാലായിൽ കേരള പോലീസ് എന്നോട് ഇവിടെ ക്യാബിന് വരണമെന്ന് പറയുന്നു. ഞാൻ കൂടെ പോകുന്നു. കൂടെ പോയിട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നു. അതിനുശേഷം പുറത്തു പോകുന്നു. എൻ്റെ ഒപ്പം പോലീസുകാരനുമുണ്ട് 3 പേര്. അതോടൊപ്പം തന്നെ ഈ നഗരസഭയിൽ ഒരു ജീവനക്കാരനുമുണ്ട്. തീർച്ചയായിട്ടും ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും സാധനം കൊണ്ടുപോയിരുന്നോ ഉള്ള കാര്യം അറിയാമല്ലോ. ന്യൂസ് ബ്യൂറോ, പാല.